ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പുട്ടാണ്. 4 വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള പുട്ടാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഒരു പുട്ട് തന്നെ അരിയുടെയോ അല്ലെങ്കിൽ ഗോതമ്പ്, റാഗി അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചല്ലേ തയ്യാറാക്കുന്നത്. ഇപ്പോൾ 4 പുട്ടിൻ്റെ പൊടികൾ ഉപയോഗിച്ച് എങ്ങനെ ഒരേ പുട്ടുകുറ്റിയിൽ പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് കിടക്കാമേ. ഈ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം വെള്ളം കുറച്ച് കയ്യിലെടുത്ത് തളിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ പുട്ടിന് നനച്ചെടുക്കുന്ന രീതിയിൽ ഈ പൊടിയൊന്ന് നനച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ഗോതമ്പും മാത്രമായിട്ട് പുട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ 4 ധാന്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് 4 ധാന്യത്തിൻ്റെ ടേസ്റ്റും കിട്ടും. കാണാനും ഒരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ പൊടി ഞാനിപ്പോൾ നനച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത് എടുത്തിട്ടുള്ളത് ചോളമാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതും നമ്മൾ സാധാരണ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം. ചോളമാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു ധാന്യമാണ്. നമ്മുടെ ശരീരത്തിന് ഡൈജഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, പല്ലിനും സ്കിന്നിനും ഒക്കെ കണ്ണിനും ഒക്കെ നല്ല ഒരു പ്രൊട്ടക്റ്റീവ് തരുന്ന നല്ലൊരു ധാന്യം കൂടിയാണ്. നമുക്കത് ശരീരത്തിന് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ ചോളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ചോളത്തിൻ്റെ പൊടി നല്ലതുപോലെ നനച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റാഗിയാണ്. റാഗി പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ പുട്ടിന് നനച്ചെടുക്കേണ്ടതാണ്. റാഗി ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ റാഗി വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ലതുപോലെ റാഗിയുടെ പുട്ടിൻ്റെ പൊടിയും നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന അരിപ്പുട്ടിൻ്റെ പൊടിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നല്ലതുപോലെ നനച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നനച്ചെടുക്കുക. ഈ 4 ടൈപ്പുള്ള പുട്ടിൻ്റെ പൊടിയും നമ്മൾ ഉപയോഗിച്ച് പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഈ 4 ധാന്യത്തിൻ്റെയും ഗുണങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതൊരു നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു പുട്ട് ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 4 പുട്ടും നനച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലി ഇട്ട് കൊടുക്കാം. ചില്ലിട്ട് കൊടുക്കാൻ ആരും മറക്കരുത്. ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് നാളികേരം തിരുമ്മിയത് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നാളികേരം കുറച്ചിട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ആദ്യം ഗോതമ്പിൻ്റെ പുട്ട് നനച്ചെടുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊരു 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എല്ലാം ഒരേ അളവിൽ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു 5-6 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നാളികേരം വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത് നനച്ചെടുത്ത് വെച്ചിട്ടുള്ള പൊടി ഏതാണോ അതിട്ട് കൊടുക്കുക. അങ്ങനെ ഈ 4 പുട്ടിൻ്റെ പൊടി നനച്ചെടുത്ത് വെച്ചിട്ടുള്ളതും ഓരോ ലെയറായിട്ട് നാളികേരം ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഫംഗ്ഷനും പാർട്ടിയൊക്കെ ഉള്ളപ്പോൾ അപ്പം, പൊറോട്ട, ഇടിയപ്പം അങ്ങനെയൊക്കെയല്ലേ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലെ പുട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് കടലക്കറി, ചിക്കൻ കറി, മുട്ടക്കറി, ബീഫിൻ്റെയൊക്കെ കറികളുടെ കൂട്ടത്തിലാണ് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പം 4 പൊടികൾ നിറച്ച് തേങ്ങായും നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ പുട്ടിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മിക്സിൻ്റെ കുറ്റി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് സമയം നമ്മുടെ മുകളിലത്തെ ഈ അടപ്പിൻ്റെ ഹോളിൽ കൂടെ നല്ലതുപോലെ സ്റ്റീം വരണം. സ്റ്റീം വന്നു തുടങ്ങി ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യണം. നല്ലതുപോലെ നമ്മുടെ ധാന്യങ്ങളെല്ലാം ഒന്ന് സ്റ്റീം കയറി വെന്ത് കിട്ടണം. നല്ലൊരു മണവും വരും. പുട്ടൊക്കെ എല്ലാം പല ധാന്യങ്ങളായതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മണവും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഈ ഒരു അളവിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു അളവിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 കുറ്റി പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.